വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ആൻഡമാൻ ദ്വീപിനോട് ചേർന്നുള്ള സമുദ്രതീരത്ത് വൻതോതിൽ പ്രകൃതിവാതക ശേഖരം കണ്ടെത്തി. ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് നടത്തിയ പര്യവേക്ഷണത്തിലാണ് സുപ്രധാനമായ കണ്ടെത്തൽ. ഇന്ത്യയുടെ സമുദ്രാന്തര പര്യവേക്ഷണ പദ്ധതിയായ സമുദ്രമന്ഥൻ ദൗത്യത്തിലാണ് നിർണായകമായ നേട്ടം കൈവരിച്ചത്. കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ആൻഡമാൻ ദ്വീപുകളുടെ കിഴക്കൻ തീരത്ത് നിന്ന് ഏകദേശം 15 കിലോമീറ്ററോളം അകലെയുള്ള ശ്രീവിജയപുരം 3 എന്ന പര്യവേക്ഷണ കിണറിലാണ് വാതക ശേഖരം. ഈ ഭാഗത്ത് സമുദ്രത്തിന് 355 മീറ്ററാണ് ആഴം. സമുദ്രനിരപ്പിന് താഴെ 1900 മീറ്ററിലധികം ആഴത്തിൽ ഡ്രില്ലിംഗ് നടത്തിയപ്പോഴാണ് വാതക സാന്നിധ്യം വ്യക്തമായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2025 സ്വാതന്ത്ര്യ പ്രസംഗത്തിൽ പ്രഖ്യാപിച്ച സമുദ്രമന്ഥൻ മിഷന്റെ ഭാഗമായാണ് ഈ പര്യവേക്ഷണം. രാജ്യത്തെ ആഴക്കടൽ എണ്ണവാതക നിക്ഷേപങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. ആൻഡമാൻ ബേസിനിൽ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് നടത്തിയ പര്യവേക്ഷണത്തിൽ നിലവിൽ കുഴിച്ച 3 കിണറുകളിൽ 2 ഹൈഡ്രോ കാർബണിന്റെ സാന്നിധ്യം കണ്ടെത്താനായത് വലിയ നേട്ടമായാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. കേന്ദ്രമന്ത്രിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കൂടുതൽ പര്യവേക്ഷണങ്ങൾ നടക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശകലനങ്ങളും നിലവിലുണ്ട്. ആഗോള പ്രതിസന്ധികൾക്കിടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കരുത്തുറ്റ മുന്നേറ്റം തുടരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ രാജ്യം 7.8% GDP വളർച്ച രേഖപ്പെടുത്തി. ഇതോടെ 2025-26 സാമ്പത്തിക വർഷത്തിലെ ആകെ വളർച്ച 7.7% ഉയർന്നു. മുൻപ് സർക്കാർ കണക്കാക്കിയിരുന്ന 7.6%-ത്തേക്കാൾ മികച്ച വളർച്ചയാണിത്. US-ഇറാൻ സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലും ഇന്ത്യ ഈ സാമ്പത്തിക നേട്ടം കൈവരിച്ചത് ശ്രദ്ധേയമാണ്. വിദേശ വ്യാപാര അന്തരീക്ഷം ദുർബലമായിരുന്നിട്ടും ആഭ്യന്തര ഡിമാൻഡ് ശക്തമായി തുടർന്നതിലാണ് ഇന്ത്യയെ ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി നിലനിർത്തുന്നത്. വ്യാപാരം, ഹോട്ടലുകൾ, ഗതാഗതം, വാർത്താവിനിമയം തുടങ്ങിയ സേവന മേഖലകൾ 12.5% എന്ന വൻ വളർച്ച കൈവരിച്ചു. ധനകാര്യം, റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ 10.4% വളർച്ചയുണ്ടായി. നിർമ്മാണ മേഖല 8.4% വളർച്ച രേഖപ്പെടുത്തുകയും ചെയ്തു. അതുമാത്രമല്ല GDP 87.77 ലക്ഷം കോടി രൂപയായി ഉയർന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണക്ക്. വീണ്ടും വരുന്ന സാമ്പത്തിക വർഷം 7%-മായി സാമ്പത്തിക വളർച്ച വർദ്ധിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.